ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി ബസ് സ്റ്റാൻഡ് ഫീസ് 10 രൂപ വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് ബസ് ഉടമകൾ. ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങുന്നതിനിടെ സ്റ്റാൻഡ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് ഉടമകളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. നഗരസഭ സ്റ്റാൻഡ് ഫീ വർദ്ധിപ്പിച്ച നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്റ്റാൻഡിൽ കയറാതെ ബസ്സുകൾ സർവീസ് നടത്തേണ്ടി വരുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. തങ്ങളെ അറിയിക്കാതെയാണ് നഗരസഭ ഏകപക്ഷീയമായി 10 രൂപ സ്റ്റാൻഡ് ഫീ വർദ്ധിപ്പിച്ചതെന്ന് ബസ് ഉടമകൾ പറയുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ബസ്സുകൾ കയറുന്ന സ്റ്റാൻഡിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ സ്റ്റാൻഡ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് സിംഗിൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൊട്ടിയോട് വിശ്വനാഥൻ പറഞ്ഞു. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റി എടുത്ത തീരുമാനം സ്റ്റാൻഡ് ഫീ വർധന ഞങ്ങൾക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം ഒരു ബസ് സ്റ്റാൻഡ് ഫീ വർദ്ധിപ്പിക്കുമ്പോൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ വിളിച്ച് സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഈ സ്റ്റാൻഡ് ഫീ വർദ്ധിപ്പിക്കാറ്. ഇത് ഒരു ശുഭമുഹൂർത്തത്തിൽ ഏപ്രിൽ 1 മുതൽ 10 രൂപ വർദ്ധിപ്പിച്ചിരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിക്കുക, എല്ലാ ബസ്സുകളിൽ നിന്ന് 10 രൂപ കൊണ്ട് കൂടുതൽ വാങ്ങുക എന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് അനുവദിക്കാൻ പറ്റില്ല. തലശ്ശേരിയിൽ വരുന്ന ബസ്സുകൾ തലശ്ശേരിക്കാരുടെ ബസ്സുകൾ മാത്രമല്ല, തൃശ്ശൂരിൽ നിന്നും കോഴിക്കോടിനും കാസർഗോഡിനൊക്കെ വരുന്ന ബസ്സുകളുണ്ട്. അവിടുത്തെ മുതലാളിമാരുണ്ട്, അവിടുത്തെ ഉടമസ്ഥന്മാരുണ്ട്. അപ്പോൾ കണ്ണൂർ കോർഡിനേഷൻ കമ്മിറ്റീൻ്റെ ആളുകളെ വിളിച്ച് അവരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ. സ്റ്റാൻഡിലാണെങ്കിൽ വികസനമൊന്നും ഉണ്ടായിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ബസ്സുകൾ പുറത്ത് പോകുന്നത് 4 വഴിക്കേ കൂടിയും ബസ്സുകൾ പുറത്തേക്ക് പോകുന്നു. ഈ മഴക്കാലം വരാൻ പോകുന്നു. മഴയത്ത് നിന്നുകൊണ്ടും വെയിലത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് ബസ്സിൽ ആളുകൾ കയറുന്നത്. കൊട്ടിയൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് ട്രാക്കില്ല. കണ്ണൂരിലേക്ക് പോകേണ്ട ലോക്കൽ ബസ്സുകൾക്ക് ട്രാക്കില്ല. അങ്ങനെ ഈ ട്രാക്കില്ലാതെയാണ് ഈ പണം 10 രൂപ പിന്നെയും വർദ്ധിപ്പിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൊടുക്കാൻ സാധ്യമല്ല, അത് നിലനിർത്തി കൊണ്ടുവരാൻ. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം, അത് വർദ്ധിപ്പിച്ചത് പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് മുനിസിപ്പാലിറ്റി തയ്യാറാണ് എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൃത്യമായ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. പല വഴികളിലൂടെയാണ് ബസ്സുകൾ കയറുന്നതും ഇറങ്ങുന്നതും. മഴക്കാലത്തുൾപ്പെടെ കൃത്യമായി ട്രാക്കില്ലാതെ ബസ്സുകൾ ബുദ്ധിമുട്ടുകയാണെന്നും ഇവർ പറയുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.